ഹായ് എവ്രിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സൈക്കോ അനാലിറ്റിക് അപ്രോച്ചിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇതിന് മുന്നേ ഉള്ള സെഷനിൽ നമ്മൾ സ്ട്രക്ചറലിസം പഠിച്ചു, ഫങ്ഷണലിസം, ബിഹേവിയറിസം, ഗസ്റ്റാൾ സൈക്കോളജി, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞു വരുന്ന മേജർ സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ വരുന്ന സ്ട്രീമാണ് അല്ലെങ്കിൽ അപ്രോച്ചാണ് സൈക്കോ അനാലിറ്റിക് അപ്രോച്ച്. ആൻഡ് സൈക്കോ അനലിറ്റിക് അപ്രോച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സൈക്കോ അനലിറ്റിക് അപ്രോച്ചിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ ഇതിൽ വരുന്ന മേജർ ഫിഗർ ഫ്രൂയിഡ് ആണ്, സിഗ്മണ്ട് ഫ്രൂയിഡ് ആണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇത് ഡെവലപ്പ് ആവുന്നത് അല്ലെങ്കിൽ ഈ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ഡെവലപ്പ് ആകുന്നത് ഏകദേശം 19th സെഞ്ചുറിന്റെ അവസാനത്തിലും അതുപോലെ തന്നെ 20th സെഞ്ചുറിന്റെ സ്റ്റാർട്ടിങ്ങിലും ഒക്കെ ആയിട്ടാണ് സൈക്കോ അനലിറ്റിക് അപ്രോച്ച് പ്രചാരത്തിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ സൈക്കോ അനലിറ്റിക് അപ്രോച്ച് പ്രകാരം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ ഒരു ഹ്യൂമൻ പേഴ്സണാലിറ്റീനെ ഷേപ്പ് ചെയ്യണ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അയാളുടെ വികാരങ്ങള്, വിചാരങ്ങള്, അയാളുടെ പുറമേക്കുള്ള പെരുമാറ്റ രീതികള്, ബിഹേവിയർ, ഇതിന്റെ എല്ലാം കൂടെയുള്ള ഒരു ഹോളാണ് പേഴ്സണാലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ഹ്യൂമൻ ബിഹേവിയർ എല്ലാം ഷേപ്പ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ ഉള്ള അൺകോൺഷ്യസ് ഫോഴ്സസ് അല്ലെങ്കിൽ ഏർലി എക്സ്പീരിയൻസസ് ആണ്, ഇന്നർ കോൺഫ്ലിക്ട്സ് ആണ്. അങ്ങനെയൊക്കെയാണ് സൈക്കോ അനലിറ്റിക് അപ്രോച്ചിൽ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അതാണ് അതിന്റെ കോർ ഐഡിയ. ഈ അപ്രോച്ചിന്റെ കോർ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതാണ്. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിന് നമുക്ക് അൺകോൺഷ്യസ് ആയിട്ടുള്ള എക്സ്പീരിയൻസിന്, ഫോഴ്സസിന് അല്ലെങ്കിൽ ഏർലി എക്സ്പീരിയൻസിനെല്ലാം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് ഈ ഒരു അപ്രോച്ച് പ്രകാരം പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഡൈനാമിക് സ്ട്രക്ചറും പഠിക്കും, അതുപോലെ തന്നെ ഇതിന്റെ തിയററ്റിക്കൽ പോർഷൻസും ഇവിടെ കവർ ചെയ്യുന്നുണ്ടാവും. സ്ട്രക്ചറൽ മോഡൽ അതുപോലെ തന്നെ ഡൈനാമിക് മോഡൽ എല്ലാം നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ് സൈക്കോ അനാലിസിസ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഇത് കൊണ്ടുവന്നത്. ഏകദേശം ലേറ്റ് 19th സെഞ്ചുറി മുതലാണ് ഈ ഒരു ഐഡിയ പ്രചാരത്തിൽ വരുന്നത്. ഓക്കെ, മച്ച് ഓഫ് വാട്ട് വി തിങ്ക്, ഫീൽ ആൻഡ് ഡു ഈസ് ഷേപ്ഡ് ബൈ മെന്റൽ പ്രോസസ് വി ആർ നോട്ട് കോൺഷ്യസ്ലി അവെയർ ഓഫ്. അപ്പൊ നമ്മൾ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ബിഹേവ് ചെയ്യില്ല. അപ്പം ഈവൻ വി ഡോണ്ട് നോ വൈ വി ബിഹേവ്, നമ്മൾ എന്തുകൊണ്ടാ അങ്ങനെ പെരുമാറിയ നമുക്ക് പോലും അറിയുന്നുണ്ടാവില്ല. അപ്പൊ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് ആണ്, അല്ലെങ്കിൽ മുന്നേ ഏർലി ചൈൽഡ്ഹുഡിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെയാണ് ഈ സൈക്കോ അനലിറ്റിക് അപ്രോച്ചിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന് മെയിൻ ആയിട്ട് വരുന്നത് ഫൗണ്ടർ സിഗ്മണ്ട് ഫ്രോയിഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് ഉണ്ട് 1899. അതുപോലെ തന്നെ ദ ഇഡ് ആൻഡ് ദ ഈഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും മേജർ വർക്കാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ. ആ കാര്യങ്ങളും നിങ്ങളൊന്ന് ഓർത്തു വെക്കാം. പിന്നെ ആദ്യം സിഗ്മണ്ട് ഫ്രോയിഡ് ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. പിന്നെയാണ് അദ്ദേഹം തിയറിസ്റ്റ് ആയിട്ട് മാറിയത്. അദ്ദേഹത്തിന്റെ പേഷ്യൻസിൽ ഹിസ്റ്റീരിക് ആയിട്ടുള്ള പേഷ്യൻസിന്റെ മുകളിൽ ഉള്ള എക്സ്പീരിയൻസസ്, അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സൈക്കോ അനാലിസിസിലേക്ക് അവരെ ലീഡ് ചെയ്തതെന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിൽ നിങ്ങൾ ഈ ഒരു പേജിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം ദ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള വർക്കും അതുപോലെ തന്നെ ദ ഇഡ് ആൻഡ് ദ ഈഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കാം. ഓക്കെ, സോ ഇതിന്റെ കോർ അസംഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഹേവിയർ ഈസ് റയർലി ജസ്റ്റ് വാട്ട് ഇറ്റ് ഈസ് അപ്പിയർ ടു ബി ഓൺ ദ സർഫേസ്. ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ unconscious wishes, fear and unresolved conflict from the early life. Okay, സോ ഇതാണ് നമ്മുടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതിന്റെ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് മെയിൻ ആയിട്ടും ഈ കോൺഷ്യസ് മൈൻഡ്, പ്രികോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, അതുപോലെ തന്നെ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, ഈ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പൊ അതില് ലെവൽസ് ഓഫ് മൈൻഡ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് പറയുമ്പോൾ അത് 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്: കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ്. അപ്പൊ കോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധ മനസ്സ്, പ്രീ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്നും പറയും. ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അബോധ മനസ്സ്. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ
അപ്പൊ നമ്മള് ടൈറ്റാനിക് മൂവിയൊക്കെ കാണുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ഐസ്ബർഗിന്റെ ടിപ്പ് പോർഷൻ. അപ്പൊ ആ ടിപ്പ് പോർഷൻ മാത്രമാണ് പുറത്തേക്ക് വിസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ അത് കോൺഷ്യസ് മൈൻഡ് ആയിട്ട് കണക്കാക്കുക. പിന്നെ ആ ഒരു സർഫേസിലുള്ള സീയുടെ സർഫേസിന്റെ കുറച്ച് ഭാഗങ്ങൾ, അതിന്റെ കുറച്ച് താഴോട്ട് വരുന്ന ഭാഗങ്ങളെ നമ്മൾ പ്രീ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ആയിട്ട് ഇമാജിൻ ചെയ്യാം. പിന്നെ അതിന്റെ മേജർ പോർഷൻസ് എല്ലാം അൺകോൺഷ്യസ് മൈൻഡ് ആയിട്ടും ഇമാജിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം, ഇപ്പം സ്ട്രക്ചറൽ മോഡൽ നോക്കുന്ന സമയത്ത് ഈ കോൺഷ്യസ് മൈൻഡ് ആണ് മൈൻഡിന്റെ 10% വരുന്നത്. ഓക്കെ, അതുപോലെ പ്രീ കോൺഷ്യസ് മൈൻഡ് ആണ് 10 to 15% വരുന്നത്. അപ്പൊ അൺകോൺഷ്യസ് മൈൻഡ് എത്ര ഉണ്ടായിരിക്കും? ഏകദേശം 75 to 80% അൺകോൺഷ്യസ് മൈൻഡ് ആയിട്ടും ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ പ്രീ കോൺഷ്യസ് മൈൻഡും അതുപോലെ തന്നെ അൺകോൺഷ്യസ് മൈൻഡും ആണ് 90% ഓഫ് ദ മൈൻഡും കവർ ചെയ്യുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ പറ്റി ഇതിലെ ഓരോ ടോപ്പിക്കിനെ പറ്റിയിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിൽ ഫസ്റ്റ് വൺ ഈസ് കോൺഷ്യസ്. കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ല നമ്മളിപ്പോൾ അവെയർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പോൾ കറന്റ്ലി എന്താ ചെയ്യുന്നത്? ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുകയാണ് ചെയ്യണത്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പം നമ്മൾ അവെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് വരുന്ന ഇതിലാണ് വാട്ട് യു ആർ തിങ്കിങ് നൗ, അല്ലെ വാട്ട് ഈസ് ഗോയിങ് ത്രൂ യുവർ മൈൻഡ് റൈറ്റ് നൗ. അപ്പൊ അതൊക്കെ വരിക ഈ കോൺഷ്യസ് മൈൻഡിലാണ്. ഓക്കെ, പിന്നെ പ്രീ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നമ്മൾ ലേൺ ചെയ്തിട്ടുള്ള നോളജ്, അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മകൾ, മെമ്മറീസ്. അപ്പം അതൊന്നും ഇപ്പൊ കറന്റ്ലി അവയർനെസ്സിൽ ഇല്ലെങ്കിലും പക്ഷെ നമ്മൾ കുറച്ചൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് റിട്രൈവ് ചെയ്യാൻ വേണ്ടി, വീണ്ടെടുക്കാൻ വേണ്ടി പറ്റുന്ന പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക, നിങ്ങൾക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഗുഡ് എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ ഞാൻ വേറെ നിങ്ങൾ മുന്നേ പഠിച്ച കോളേജിനെ പറ്റിയിട്ട്, അവിടെയുള്ള ഫേവറേറ്റ് ടീച്ചറെ പറ്റിയിട്ട് ഇതെല്ലാം ചോദിക്കുന്ന സമയത്ത് കറന്റ്ലി ഇതിനെപ്പറ്റി നിങ്ങൾ തിങ്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അത് ഓർത്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഇപ്പം വരും. ഓക്കെ, അങ്ങനെ വരുന്ന കാര്യങ്ങൾ, അങ്ങനെ നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എല്ലാം വരുന്ന രീതിയിലാണ് പ്രികോൺഷ്യസ് മൈൻഡിലാണ്. ഓക്കെ, അപ്പം ദ മെമ്മറീസ് ആൻഡ് നോളജ് ദാറ്റ് വി ആർ കറന്റ്ലി നോട്ട് അവെയർ, പക്ഷെ നമുക്ക് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത് റിട്രൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും വെൻ വി നീഡ് ഇറ്റ്. ഓക്കെ, അപ്പൊ അതൊക്കെ വരുന്നത് ഈ ലേൺഡ് നോളജും എല്ലാം വരുന്നത് പ്രികോൺഷ്യസ് മൈൻഡിലായിരിക്കും. ഓക്കെ, ഈ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ വി ആർ നോട്ട് അറ്റ് ഓൾ അവെയർ. ഓക്കെ, ഇതാണ് വാസ്റ്റ് മൈൻഡിന്റെ ഏറ്റവും കൂടുതൽ പോർഷൻ കവർ ചെയ്യണത് ഇതാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു കൺട്രോളും ഇല്ല. ഓക്കെ, നമ്മുടെ കോൺഫ്ലിക്ട്സ്, ഇന്നർ കോൺഫ്ലിക്ട്സ്, ചില ട്രോമാസ്, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഈ അൺകോൺഷ്യസ് മൈൻഡിന്റെ പോർഷനിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇതിപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. അപ്പൊ ചില സമയത്ത് നിങ്ങളെ പാരന്റ്സ് പറയുന്നുണ്ടാവും, നീ കുഞ്ഞായിരിക്കണ സമയത്ത് അല്ലെങ്കിൽ നിനക്ക് 6 മാസം ആവണ സമയത്ത് നീ ഇങ്ങനെ കാണിച്ചു, നീ ഈ വികൃതി കാണിച്ചു, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ആ 6 മാസത്തിലുള്ള കാര്യം, ഈവൻ ഇഫ് യു ആർ ട്രൈ, നമ്മൾ റിട്രൈവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ആ മെമ്മറീസ് നമ്മുടെ ലൈഫ് ഇതിലേക്ക്, ഇപ്പോൾ ഉള്ള ഒരു മൊമെന്റിലേക്ക് എടുക്കാൻ വേണ്ടി, ഓർത്തെടുക്കാൻ വേണ്ടി പറ്റൂല. ഓക്കെ, ഇഫ് യു ട്രൈ ഓൾസോ. അങ്ങനെയുള്ളതെല്ലാം വരുന്നതാണ് ഈ അൺകോൺഷ്യസ് മെമ്മറിയിൽ. അത് തോട്ട്സ് ആവാം, ഫീലിംഗ് ആവാം, മെമ്മറീസ് ആവാം, എന്ത് വേണമെങ്കിലും ആകാം. ബട്ട് അത് നമുക്കിപ്പം കോൺഷ്യസ് ആയി നമ്മൾ അവെയർ അല്ല അതിനെ പറ്റിയിട്ട്, പക്ഷെ അത് നമ്മളെ ബിഹേവിയറിനെ, നമ്മളെ ഇമോഷൻസിനെ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഒരു വാസ്റ്റ് മെജോറിറ്റി അല്ലെങ്കിൽ ബൾക്ക് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? അൺകോൺഷ്യസ് മൈൻഡിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം ലെവൽ ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിന് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് കോൺഷ്യസ് മൈൻഡ്, പ്രികോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. ഓക്കെ, അപ്പൊ അതിൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അത് വിസിബിൾ ആയിട്ടുള്ള ഐസ്ബർഗിന്റെ ടിപ്പാണ് വരുന്നത്. അപ്പൊ അവിടെ നമ്മുടെ തോട്ട്സ്, പെർസെപ്ഷൻസ്, ഫീലിങ്സ്, എക്സ്പീരിയൻസ് എല്ലാം ഇഫ് യു ആർ അവെയർ നോ, അതെല്ലാം അതിലായിരിക്കും വരുന്നുണ്ട്, കോൺഷ്യസ് മൈൻഡിലായിരിക്കും വരുന്നുണ്ടാവുക. രണ്ടാമത് വരുന്നതാണ് പ്രികോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്,
സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അവിടെ വരുന്ന എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇൻഫർമേഷൻ വിച്ച് വി ആർ കറന്റ്ലി നോട്ട് അവേ. ഇപ്പൊ നമുക്ക് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ആ മെമ്മറീസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് റിട്രൈവ് ചെയ്യാം, വീണ്ടെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളെ പാസ്റ്റിലെ കുറച്ച് ഇൻസിഡൻസിനൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത് റിട്രൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ കംസ് അണ്ടർ പ്രീ കോൺഷ്യസ് മൈൻഡ്. ആൻഡ് നമ്മൾ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 75-80% ഓഫ് ദ മൈൻഡ് കംസ് ടു അൺകോൺഷ്യസ് മൈൻഡ് ആണ്. അപ്പൊ ഇത് നമ്മൾ റിട്രൈവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇത് വീണ്ടെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഹിഡൻ ഡിസയർ, ഇൻസ്റ്റിങ്ക്റ്റ്, റിപ്രസ്ഡ് മെമ്മറീസ്, അങ്ങനെയുള്ള പിന്നെ കോൺഫ്ലിക്ട്സ്, ഡീപ് സീറ്റഡ് കോൺഫ്ലിക്ട്സ്, സ്ട്രെസ്സേഴ്സ്, ഇതെല്ലാം വരുന്നത് അൺകോൺഷ്യസ് മൈൻഡിലാണ്. പക്ഷെ ഇത് നമ്മുടെ ബിഹേവിയറിനെയും അതുപോലെ തന്നെ ഇമോഷനെയും നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ 3 വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഡൈനാമിക് മോഡലാണ്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സ്ട്രക്ചറൽ മോഡലാണ്. അപ്പം ഇത് കൂടാതെ സിഗ്മണ്ട് ഫ്രോയിഡ് മൈൻഡിനെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിനെ 3 സ്ട്രക്ചർ ആക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിൽ ഓരോന്നും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പൊ അത് ഏത് പോർഷനിലാണ്, അപ്പൊ അത് കോൺഷ്യസ് മൈൻഡിന്റെ പോർഷനിലാണോ, പ്രീ കോൺഷ്യസ് മൈൻഡിലാണോ, സബ് കോൺഷ്യസ് മൈൻഡിലാണോ നിങ്ങൾ പറയാം. ഓക്കെ, ഈ ഇമേജ് ഇപ്പൊ നോക്കണ്ട. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഇഡിനെ പറ്റിയിട്ടാണ്. അപ്പം ഇഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന അൺകോൺഷ്യസ് ആയിട്ടാണ്. പിന്നെ അതിനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ നീഡൊക്കെയാണ്. അപ്പൊ നമ്മുടെ ദാഹം, വിശപ്പ്, അതുപോലെ തന്നെ സെക്ഷുവൽ നീഡ്സ്, ഇതെല്ലാം വരുന്നത് ഇഡിലാണ്. ഓക്കെ, ആൻഡ് ഇഡ് ലീഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രഷർ പ്രിൻസിപ്പിൾ ആണ് ലീഡ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു കുട്ടി പറയാണ് എനിക്ക് ഈ ഒരു സാധനം വേണം. അപ്പം അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവണ കാര്യങ്ങളൊന്നും ചിന്തിക്കൂല, അതിന്റെ ലോജിക്കൽ സൈഡ് ഒന്നും ചിന്തിക്കൂല. ഈ കുട്ടി പറയാണ് എനിക്ക് ഈ സാധനം വേണം. അത് അവരുടെ നീഡ് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്ലഷറും മാത്രമായിരിക്കും ഈ ഇഡിലെ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലെന്താ വരുക? അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മൾ ഒരു കുഞ്ഞിന് വിശക്കുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ പാരന്റ്സിന്റെ സിറ്റുവേഷൻ വെദർ ദേ ആർ ബിസി ആണോ, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഡിപ്രൈവ്ഡ് ആയിട്ട് ഇരിക്കുകയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കൂല. അവര് ഭയങ്കര സെൽഫിഷ് ആയിട്ട് അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ നീഡ്, ഇപ്പൊ കുഞ്ഞു കുട്ടികളെ വിശക്കുന്ന സമയത്ത് വി കാൺ ഗോ ആൻഡ് ടെൽ ദം ഞാൻ ബിസിയാണ്, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, നമ്മൾ അവരുടെ ഒരു ബേസിക് നീഡ്സ്, അവർക്ക് ഫുഡാണ് വേണ്ടത്, വെള്ളമാണോ, ദാഹം, തേഴ്സ്റ്റ് ആണോ, ഹങ്കർ ആണോ, എന്താണോ അവരുടെ ബേസിക് നീഡ്സ്, അത് പോയി സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഈ പെർട്ടിക്കുലർ ഏരിയയിൽ വരുമ്പോൾ കുറച്ച് സെൽഫിഷ് ആയിരിക്കും, അതുപോലെ തന്നെ പ്ലഷർ സീക്കിങ് ആയിരിക്കും. ഓക്കെ, പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. പിന്നെ ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇതിൽ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റുകൾ ഉണ്ട്. അപ്പം നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റുകൾ എന്തൊക്കെയാ? ഹങ്കർ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, തേഴ്സ്റ്റ് ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, സെക്സ് ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. എന്നാലേ നമ്മുടെ ലൈഫ് മുന്നോട്ട് നെക്സ്റ്റ് പരമ്പര ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റുകളാണ്. അപ്പം ഈ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റുകൾ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഇഡ് പോർഷന്റെ മേജർ റോള് വരുന്നത്. അതിലാണ് ഇഡ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഈ ഇൻസ്റ്റിങ്ക്റ്റിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. അതൊന്ന് ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റും ഉണ്ടായിരിക്കും, ലൈഫിനെ ലീഡ് ചെയ്യിപ്പിക്കുന്ന ഇൻസ്റ്റിങ്ക്റ്റ്. ഇപ്പൊ നമ്മുടെ ഹങ്കർ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ തേഴ്സ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, സെക്ഷൽ നീഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ലൈഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, അപ്പൊ അതിനെ ഈ ലൈഫ് ഫോഴ്സിനെ ഫ്രോയിഡ് ഒരു പേരിട്ട് വിളിച്ചു, അതാണ് ഇറോസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡെത്ത് ഫോഴ്സും ഉണ്ടായിരിക്കും. അപ്പൊ ഡെത്ത് ഫോഴ്സിൽ എന്തൊക്കെയാ വരുക? നമ്മുടെ അഗ്രഷൻ, വയലൻസ്, ഇതൊക്കെ വരുക ഈ ഡെത്ത് ഫോഴ്സിലാണ്. അതിനെ സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു പേരിട്ട് വിളിച്ചു തനറ്റോസ്. ഓക്കെ, അപ്പം നമ്മൾ ചില ടൈമിൽ വയലന്റ് ആയിട്ട് ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവ് ആവുക. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പെർട്ടിക്കുലർ കാര്യം നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് കിട്ടുന്ന ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുമാണ്. അപ്പൊ അത് ഇതിലാണ് വരുക, ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റിലാണ് വരുക.
അപ്പം സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഇറോസ് ഡെത്ത് ഫോഴ്സിനേക്കാളും തനറ്റോസിനേക്കാളും മുന്നിട്ട് നിൽക്കും. അതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കുകയാണോ വിചാരിക്കുക, തനറ്റോസ് ആണ് അല്ലെങ്കിൽ ഡെത്ത് ഫോഴ്സ് ആണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം അവർക്ക് ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ ടെൻഡൻസീസ് ഉണ്ടായിരിക്കും, ലൈക്ക് സൂയിസൈഡൽ ടെൻഡൻസീസ്, അല്ലെങ്കിൽ മൊത്തം ഡിസ്ട്രക്ട് ചെയ്യാനുള്ള ടെൻഡൻസീസ് ഉണ്ടായിരിക്കും. പിന്നെ ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്യാൻ എനർജി നീഡഡ് ആണ്. അപ്പൊ അതിന് ആ എനർജിയാണ് ലിബിഡോ എനർജി. അപ്പൊ എനർജി ക്രിയേറ്റഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ്, വെദർ ഇറ്റ് ഈസ് ലൈഫ് ഫോഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ തനറ്റോസ് ഡെത്ത് ഫോഴ്സ് ആണെങ്കിലും അതിൽ എനർജി ക്രിയേറ്റ് ആവുന്നുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ലിബിഡോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇഡില് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഫോക്കസ് ഉണ്ടാവില്ല. അവിടെ മെയിൻ ആയിട്ട് അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതായിരിക്കും ഇവിടുത്തെ ഫോക്കസ് വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി വരുന്നതാണ് ഈഗോ ഉണ്ട്. അതിനു മുന്നേ നമുക്ക് സൂപ്പർ ഈഗോ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്, അപ്പൊ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഒരു 4-5 ഇയേഴ്സിലൊക്കെയാണ് സൂപ്പർ ഈഗോ ആ ഒരു സ്റ്റേജ് അറ്റൈൻ ചെയ്യുക. അപ്പൊ അതെന്ന് പറഞ്ഞാൽ മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഇപ്പൊ 4-5 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഇപ്പൊ നമ്മള് അത് റൈറ്റ് ആണോ റോങ് ആണോ വാട്ട് എവർ ദ തിങ്, അത് റൈറ്റ് ആണോ ചെയ്യണത്, തെറ്റാണോ ശരിയാണോ എന്ന് ആലോചിക്കാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പം അങ്ങനെ എല്ലാ കാര്യത്തിലും, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാ, ഒരു കുട്ടി എക്സാം എഴുതുകയാണ്. അപ്പം ഇഡ് പ്രിൻസിപ്പിൾ വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും മുന്നോട്ട് നിൽക്കുക, അപ്പൊ കുട്ടി പഠിച്ചിട്ടില്ലെങ്കിലും കോപ്പി അടിച്ചിട്ടെങ്കിലും ജയിക്കണം, ആ ഒരൊറ്റ അതിന്റെ ലോജിക്ക് കാര്യങ്ങൾ, കോപ്പി അടിച്ചു കഴിഞ്ഞിട്ടാണ് തോറ്റു പോകുന്നുള്ള കാര്യമോ അല്ലെങ്കിൽ പിടിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഫെയിൽ ആക്കുന്നുള്ള കാര്യം ഒന്നും കുട്ടി ചിന്തിക്കൂല. കോപ്പി അടിക്കണം, അതാണ് അവിടെ ലോജിക്ക് ഉണ്ടാവില്ല, റിയാലിറ്റി ഉണ്ടാവില്ല, മോറൽ അതിനൊന്നും പറ്റി ചിന്തിക്കൂല. അവർക്ക് ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രമേ ട്രൈ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതാണ് ഇഡില് വരിക. ഓക്കെ, അപ്പൊ അത് സൂപ്പർ ഈഗോയുടെ കേസിലാണെങ്കിൽ ഇങ്ങനെയായിരിക്കും, കുട്ടി വിചാരിക്കും ഓക്കെ ഞാൻ ഫെയിൽ ആയാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ കോപ്പി അടിക്കൂല എന്നുള്ള ഒരു ഇതിലേക്ക് വരും. അതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മോറൽ കോമ്പണന്റ് ഓഫ് ദ പേഴ്സണാലിറ്റി ആയിരിക്കും കുറച്ച് മുന്നിട്ട് നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതിന് കോൺസയൻസും ഉണ്ട്, അതുപോലെ തന്നെ ഐഡിയൽ സെൽഫും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാവാം, ഒന്നെങ്കിൽ പ്രൈഡ് ഉണ്ടാവും അല്ലെങ്കിൽ ഗിൽറ്റ് ഉണ്ടാവും. നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രൈഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, നമുക്ക് വി വിൽ ഫീൽ ഗിൽട്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഫീലും അറൈസ് ചെയ്യുന്നത് ഈ സൂപ്പർ ഈഗോയിലാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഓക്കെ, ഇനി നമ്മൾ ഈഗോയിലേക്ക് വരുന്ന സമയത്ത് ഈഗോ ഹോൾഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. അപ്പം ഇഡന് ആ ഒരു പെർട്ടിക്കുലർ കാര്യം സാറ്റിസ്ഫൈ ചെയ്യണം, എങ്ങനെയാണെങ്കിലും ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണം. സൂപ്പർ ഈഗോ ആണെങ്കിൽ എല്ലാം മോറൽ നോക്കിയിട്ട്, മോറൽ കാര്യങ്ങൾ, മോറൽ പ്രിൻസിപ്പിളിനാണ് അവിടെ ഹോൾഡ് കൂടുതൽ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിന്ന് ബാലൻസ് ചെയ്യുന്ന ആളാണ് ഈഗോ. അപ്പൊ നമുക്കിത് ഒരു ജഡ്ജായിട്ടോ അല്ലെങ്കിൽ ഒരു റഫറി ആയിട്ടോ ഒക്കെ കണക്കാക്കാം. അപ്പം ഇഡാണെങ്കിൽ പോയി എല്ലാ കാര്യം സാധിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണെങ്കിൽ സൂപ്പർ ഈഗോ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, എല്ലാത്തിനെയും മോറൽ പ്രിൻസിപ്പിളിനെ നോക്കിയിട്ട് അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട്സ് നോക്കിയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കൂല. അപ്പൊ ഈഗോ ആണ് ഇത് രണ്ടും ബാലൻസ് ചെയ്ത് റിയാലിറ്റി പ്രിൻസിപ്പിളിന് മുകളിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പം റിയൽ വേൾഡ് കൺസ്ട്രെയിൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഡിസയറിനെ ബാലൻസ് ചെയ്യുകയാണ് ഈഗോ ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു കാര്യത്തില് ഈഗോ എന്താ ചെയ്യുക, ഇപ്പം എക്സാമിന് പാസ് ആവണമെങ്കിൽ ഈഗോ തിങ്ക് ദാറ്റ് റിയാലിറ്റിയിൽ വാട്ട് വി ഹാവ് ടു സ്റ്റഡി. ഓക്കെ, അപ്പൊ അത് പഠിച്ച് പാസ്സാവാൻ വേണ്ടി നോക്കും. സൂപ്പർ ഈഗോ ആണെങ്കിൽ ഓക്കെ ഞാൻ ഫെയിൽ ആയാലും കുഴപ്പമില്ല, ഞാൻ കോപ്പി അടിക്കൂല എന്നുള്ള കോൺസെപ്റ്റിലായിരിക്കും ഇരിക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയാ ഈ ഇഡ് എവിടെയായിരിക്കും വരുക. ഓക്കെ, ഇഡ് ചെയ്യണത് കംപ്ലീറ്റ്ലി അൺകോൺഷ്യസിലായിരിക്കും വരും. അപ്പൊ നമ്മൾ ഒരു ബേബിയുടെ കേസൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്താണ് ഇഡ് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത് കൂടുതൽ വരുക അൺകോൺഷ്യസ് ആയിട്ടായിരിക്കും, ബിക്കോസ് വി ആർ നോട്ട് അവെയർ. ഓക്കെ, പിന്നെ ഈഗോ ആണ് വരുന്നത്. അപ്പം ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഈഗോയുടെ ഒരു പോർഷൻ കോൺഷ്യസിലും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 1 പോർഷൻ വിൽ ബി ദർ ഇൻ ദ സബ് കോൺഷ്യസ് സ്റ്റേറ്റ്. ഓക്കെ, ഇനി സൂപ്പർ ഈഗോ വരുവാണെങ്കിൽ സൂപ്പർ ഈഗോ ഈസ് സ്പ്രെഡിങ് ഇൻ ടു 3 സ്റ്റേറ്റ്. ഈ 3 സ്റ്റേജിലും സ്പ്രെഡ് ആയിട്ടാണ് കിടക്കുന്നത്, കോൺഷ്യസ് സ്റ്റേറ്റും പ്രീ കോൺഷ്യസ് സ്റ്റേറ്റും അതുപോലെ തന്നെ അൺകോൺഷ്യസ് സ്റ്റേറ്റിലും. ഓക്കെ, അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇഡ് ലീഡ് ചെയ്യുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. പ്രസന്റ് ഫ്രം ബർത്ത് നമുക്കത് കിട്ടുന്നുണ്ടായിരിക്കും. മോസ്റ്റ് പ്രിമിറ്റീവ് പാർട്ട് ഓഫ് ദ പേഴ്സണാലിറ്റി ആണ്.
എൻറ്റയർലി അൺകോൺഷ്യസ് ആയിരിക്കും ആൻഡ് ഇസ് ഡ്രിവൺ ബൈ ഇൻസ്റ്റിങ്ക്റ്റ്. ആ ഇൻസ്റ്റിങ്ക്റ്റിൽ നമ്മൾ പറഞ്ഞു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ഏതൊക്കെയാണ്? ഫുഡ്, അതുപോലെ തന്നെ ഹങ്കർ, തേഴ്സ്റ്റ്, സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ്, ഇതൊക്കെയാണ് ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ്. അതിൽ പിന്നെ നമ്മൾ ഡെത്ത് ഫോഴ്സ് ഡിസ്കസ് ചെയ്തു, ലൈഫ് ഫോഴ്സ് ഡിസ്കസ് ചെയ്തു. ലൈഫ് ഫോഴ്സിന് പറഞ്ഞിരിക്കുന്ന ഇറോസും ഡെത്ത് ഫോഴ്സിനെ പറഞ്ഞിരിക്കുന്നത് തനറ്റോസും ആണ്. പിന്നെ അതിൽ എനർജി ക്രിയേറ്റഡ് വിൽ കോൾ ദാറ്റ് ആസ് ലിബിഡോ. ഓക്കെ. പിന്നെ ഇതിന്റെ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് സീക്ക് ചെയ്യണത്. അപ്പൊ അവിടെ ഇറ്റ് വിൽ ട്രൈ ടു അവോയ്ഡ് പെയിൻ. അത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഈ ആക്ടിവിറ്റിന് ശേഷം ദേ വോണ്ട് ടു പെർസ്യൂ പ്ലഷർ. അപ്പൊ അവിടെ കോൺസിക്വൻസസിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കുന്നുണ്ടാവില്ല. ഓക്കെ. സോ അത്രയും കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഫ്രൂട്ട്, സോ ഇറ്റ് ഈസ് എസ് എ റിസർവോയർ ഓഫ് ദ ലിബിഡോ ദാറ്റ് ഫ്യൂൽ other two systems. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഫ്ലൂയിഡ് ഇഡ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. അപ്പൊ ഐ വോണ്ട് ഇറ്റ് നൗ എന്നുള്ള കാര്യമായിരിക്കും. അപ്പൊ നമ്മളൊരു മിഠായി അല്ലെങ്കിൽ എന്തെങ്കിലും ആ കുട്ടിക്ക്, അതിപ്പം നിങ്ങൾ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലേ, കുഞ്ഞു കുട്ടികളാവുന്ന സമയത്ത് ഇപ്പൊ വേറൊരു കുട്ടിയുടെ കയ്യിലുള്ള സാധനം നമ്മൾ തട്ടിപ്പറിക്കാൻ വേണ്ടി നോക്കും. അതുപോലെ തന്നെ ഫുഡും എല്ലാം അങ്ങനൊരു, ഇപ്പൊ അവരുടെ ഒരു അതിന്റെ കോൺസിക്വൻസസ് ഉള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കൂല. സോ ദേ ജസ്റ്റ് വാണ്ട് ടു സാറ്റിസ്ഫൈഡ് ദ നീഡ്. ഓക്കെ. അത് മാത്രമായിരിക്കും ഇഡിൽ വരുന്നുണ്ടാവുക. ഓക്കെ. ഇനി ഈഗോ അല്ലെങ്കിൽ ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ, അപ്പൊ അതൊരു ഇൻഫാൻസി സ്റ്റേജിലാണ് ഡെവലപ്പ് ആകുന്നത്. ഓക്കെ. പിന്നെ അത് ഒരു മീഡിയേറ്റർ ഇഫക്റ്റ് ആണ് ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഇഡിന്റെ ഡിമാൻഡും സൂപ്പർ ഈഗോയുടെ ഐഡിയലും തമ്മിലൊരു ബാലൻസ് ആയിരിക്കും ഈ ഈഗോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ യൂസേഴ്സ്, പിന്നെ ഇതിൽ ഡിഫൻസ് മെക്കാനിസത്തിനെ പറ്റി പറയുന്നുണ്ട്, ഈഗോ ഡിഫൻസ് മെക്കാനിസംസ്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സൂപ്പർ ഈഗോ ആണ്, മൊറാലിറ്റി പ്രിൻസിപ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് കാര്യം ചെയ്യണതിന് മുന്നേ വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ് എന്നുള്ള ഒരു കാര്യം നോക്കും. സൊസൈറ്റി സ്റ്റാൻഡേർഡ്, കോഡ് ഓഫ് കണ്ടക്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പൊ അതിന് 2 പാർട്ട് ഉണ്ട്. അപ്പം ബാഡ് ബിഹേവിയർ ആണെങ്കിൽ അവിടെ ഒരു ഗിൽറ്റ് ഫോം ചെയ്യും. അല്ലെങ്കിൽ ഈഗോ ഐഡിയൽ ഗുഡ് ബിഹേവിയർ ആണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി എ പ്രൈഡ് ഓൾസോ. ഓക്കെ. അപ്പം ഇറ്റ് വിൽ ബി സ്ട്രീവിങ് ഫോർ ദ പെർഫെക്ഷൻ. ഓക്കെ. അപ്പം ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എക്സസീവ് ഗിൽട്ട്, റിജിഡ് മോറലിസം, ഇതൊക്കെയാണ് ഇതിൽ പ്രൊമിനന്റ് ആയി നിൽക്കുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാം. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റും ഉണ്ട്, അതുപോലെ തന്നെ ഈഗോഡെനിയൽ മെക്കാനിസംസും ഉണ്ട്. ഇതെല്ലാം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പം ഇതിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പൊ ജോയിൻ ആയിട്ടില്ലാത്തവര് അതിൽ ജോയിൻ ആയിക്കോളാം. ഞാൻ നോട്ട്സും അതിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ.